ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ SSCയുടെ 10+2 എൻട്രിക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങളാരും SSCയുടെ 10+2 എൻട്രി വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ വഴി തന്നെ ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അപേക്ഷിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി SSCയുടെ പുതിയ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതായത് ssc.gov.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇതിനായിട്ട് നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകേണ്ടതുണ്ട്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗപ്പെടുത്തുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ആർട്ടിക്കിളിലെ അപ്ലൈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇതാണ് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, അതായത് പുതിയ വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കേണ്ടതാണ്. പഴയ വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ഉള്ളവരും ഈ ഒരു വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇനിയുള്ള SSCയുടെ റിക്രൂട്ട്മെൻറ്റുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ആദ്യം എങ്ങനെയാണ് 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനുശേഷം ആ ഒരു അക്കൗണ്ടിലൂടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അപേക്ഷിക്കുന്നതിനായിട്ട് ഈ ഒരു വെബ്സൈറ്റിൻ്റെ വലത്തെ സൈഡിൽ രജിസ്റ്റർ അല്ലെങ്കിൽ ലോഗിൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഒരു പോപ്പപ്പ് വിൻഡോ ഓൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും ഉണ്ട്. അതായത് 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അക്കൗണ്ട് ഇല്ലെങ്കിൽ തൊട്ട് താഴെ രജിസ്റ്റർ നൗ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത ശേഷം മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് രജിസ്ട്രേഷൻ നൗ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫീസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ ന്യൂ കാൻഡിഡേറ്റ് 1 ടൈം രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്, അതിൻ്റെ തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ആധാർ കാർഡ് ഉണ്ടോ എന്നാണ്. അപ്പോൾ ആധാർ കാർഡ് ഉള്ളവർ അവിടെ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ ആധാർ കാർഡിൻ്റെ നമ്പരും എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ടൈപ്പ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആധാർ കാർഡ് ഇല്ലാത്തവർ ഈ ഒരു സെക്ഷൻ എൻ്റർ ചെയ്തിരുന്നാൽ മതി. ആധാർ ഉള്ളവർ ഈ ഒരു സെക്ഷൻ നിർബന്ധമായിട്ട് വരുന്നില്ല. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ മൂന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേരാണ്. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് ആ ഒരു രീതിയിൽ പേര് എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ വരുമ്പോൾ നിങ്ങളുടെ പേര് വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം അടുത്ത 4ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുള്ളവർ അവിടെ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം 5ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ജെൻഡറാണ്. അപ്പോൾ അവിടെ ജെൻഡർ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം അടുത്ത 7ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഫാദേഴ്സ് നെയിം ആണ്. അപ്പോൾ നിങ്ങളുടെ ഫാദറിൻ്റെ പേര് അവിടെ എൻ്റർ ചെയ്യുക. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ നിങ്ങളുടെ ഫാദറിൻ്റെ പേര് ആ ഒരു രീതിയിൽ വേണം എൻ്റർ ചെയ്യാൻ. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ മദേഴ്സ് നെയിം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മദറിൻ്റെ പേരും അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ എഡ്യൂക്കേഷൻ ബോർഡാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 10ാം ക്ലാസ് ഏതൊരു എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ കീഴിൽ നിന്നാണ് പഠിച്ച് പാസ്സായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ച് പാസ്സായിട്ടുള്ള ബോർഡ് ഏതാണോ ആ ഒരു ബോർഡ് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അടുത്ത 10ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ എക്സാമിനേഷൻ്റെ റോൾ നമ്പറാണ്. അപ്പോൾ അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കുന്നതാണ് ആ ഒരു റോൾ നമ്പർ. അവിടെ റോൾ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ റോൾ നമ്പർ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം അടുത്ത 11ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് 10ാം ക്ലാസ് ഏതൊരു വർഷമാണ് പഠിച്ചു പാസ്സായിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഇയർ ഓഫ് പാസിങ് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ഉയർന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണോ അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്.
അതിനുശേഷം അടുത്ത 13ാമതായിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം വലത്തേ സൈഡിൽ സെൻഡ് OTP എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP ലഭിക്കുന്നതാണ്. ആ ഒരു OTP തൊട്ട് താഴത്തെ കോളത്തിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ഇമെയിൽ IDയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID നൽകുക. അതിനുശേഷം സെൻഡ് OTP ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ IDയിലേക്കും അതുപോലെ തന്നെ മൊബൈൽ നമ്പറിലേക്കും OTP വരുന്നതാണ്. ആ ഒരു 2 OTPയും എൻ്റർ ചെയ്ത ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ സക്സസ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിനുശേഷം അവിടെ ഓക്കെ നൽകുക. ഓക്കെ നൽകുമ്പോൾ ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു രജിസ്ട്രേഷൻ നമ്പർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം താഴെ കുറച്ച് നോട്ട്സ്, അതായത് ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ ഇമെയിലിലേക്കും നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ ഒരു ടെമ്പററി പാസ്വേഡും ലഭിക്കുന്നതാണ്. ആ ഒരു ടെമ്പററി പാസ്വേഡും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പറും ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനായിട്ട് നിങ്ങൾ ആദ്യം രജിസ്ട്രേഷൻ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഓൾഡ് പാസ്വേഡ്, അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള ആ ഒരു പാസ്വേഡ് ആ ഒരു സെക്ഷനിൽ ആദ്യം ആദ്യത്തെ ഓൾഡ് പാസ്വേഡ് എന്ന സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം ന്യൂ പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ SSCയുടെ അക്കൗണ്ടിൽ നൽകാൻ ഉദ്ദേശിക്കുന്ന പാസ്വേഡ് അവിടെ നൽകുക. അതിനുശേഷം തൊട്ട് താഴെ ആ ഒരു പാസ്വേഡ് കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ 2 സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 2 സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസും അവിടെ സെലക്ട് ചെയ്ത് ആൻസർ ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സക്സസ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. പാസ്വേഡ് റീസെറ്റും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് വന്നിരിക്കുന്നത് വീണ്ടും ലോഗിൻ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പർ ആദ്യം എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പുതിയ പാസ്വേഡ് ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്ത് ക്യാപ്ച കോഡും എൻ്റർ ചെയ്ത് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ അഡീഷണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ കാറ്റഗറിയാണ്. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയാണോ ആ ഒരു കാറ്റഗറി അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ആ ഒരു കാറ്റഗറി വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം അടുത്ത രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നാഷണാലിറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ നാഷണാലിറ്റി അവിടെ സെലക്ട് ചെയ്യുക. ഇന്ത്യയിൽ നിന്നുള്ളവരാണെങ്കിൽ സിറ്റിസൺ ഓഫ് ഇന്ത്യ സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ബോഡിയിലുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ്. അപ്പം ബോഡിയിലുള്ള ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഡിസബിലിറ്റീസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസബിലിറ്റീസ് ഉള്ളവർ അവിടെ എൻ്റർ ചെയ്യുക, ഇല്ലെങ്കിൽ നോ നിൽക്കുക. അതിനുശേഷം നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ അഡ്രസ്സ് അതുപോലെ തന്നെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ 7ാമതായിട്ട് ചോദിച്ചിട്ടുണ്ട് പ്രസൻറ്റ് അഡ്രസ്സ് സെയിം ആസ് പെർമനൻറ്റ് അഡ്രസ്സ് എന്ന്. അതായത് 2 അഡ്രസ്സും സെയിം ആണെങ്കിൽ നിങ്ങളവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. നോ എന്ന് കൊടുക്കുന്നവർ തൊട്ട് താഴെ ആ ഒരു കോളത്തിൽ നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സ് എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. 2 അഡ്രസ്സും സെയിം ആയിട്ടുള്ളവർ അവിടെ എസ് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ എസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സക്സസ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഡീഷണൽ ഇൻഫർമേഷൻസും സക്സസ്ഫുള്ളി സേവ് ആയിരിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് വന്നിരിക്കുന്ന ഒരു ഡിക്ലറേഷനാണ്. അപ്പോൾ ഡിക്ലറേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം ചെറിയൊരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഡിക്ലെയർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ നിങ്ങളുടെ SSCയുടെ പുതിയ വെബ്സൈറ്റിലെ 1 ഡേ രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൻ്റെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ താഴേക്ക് വരുമ്പോൾ ലൈവ് എക്സാമിനേഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് കാണാൻ സാധിക്കുന്നതാണ് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ എന്ന്. ആ ഒരു ബോക്സിൻ്റെ താഴെ അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം വലത്തെ സൈഡിലായിട്ട് ഫിൽ ഫോം എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്, അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരുന്നതാണ്. നിങ്ങൾ 1 ഡേ രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഈ ഒരു സെക്ഷൻ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുശേഷം താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യേണ്ടതാണ്. ഇവിടെ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്.
അപ്പോൾ അവിടെ നിങ്ങളുടെ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്വാളിഫയിങ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ +2 സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്റ്റാറ്റസ്, അതായത് +2 പാസ്സായിട്ടുണ്ടോ എന്നാണ്. പാസ്സായെങ്കിൽ പാസ്ഡ് സെലക്ട് ചെയ്യുക. അതല്ല +2ൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾ അപ്പിയറിംഗ് സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ പാസിംഗ് ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ബോർഡാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഏത് സ്റ്റേറ്റിന് കീഴിലുള്ള ബോർഡിൽ നിന്നാണ് പഠിച്ച് പാസ്സായിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ഒരു ബോർഡിൻ്റെ പേര് തൊട്ട് താഴത്തെ കോളത്തിൽ സെലക്ട് ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ റോൾ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റോൾ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതായത് എക്സാമിനേഷൻ്റെ +2 എക്സാമിനേഷൻ്റെ രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ റോൾ നമ്പറാണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ പെർസെൻറ്റേജ് അല്ലെങ്കിൽ CGP ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏതാണോ ഉള്ളത് അത് എൻ്റർ ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണിച്ചേക്കുന്നതാണ്. സോ അതിൽ യെസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ടിപ്സായിരിക്കും കാണിച്ചയക്കാം. ഇതിൽ അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് എക്സ് സർവീസ്മെൻ ആണോ എന്നാണ്. ആയിട്ടുള്ളവർ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ഏജ് റിലാക്സേഷൻ വേണമോ എന്നാണ്. വേണ്ടവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു മിസ്ലേനിയസ് ആയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണിച്ചയക്കുന്നതാണ്. സോ അതിൽ എസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ടിപ്സായിരിക്കും കാണിച്ചയക്കാം. ഇവിടെ അഡീഷണൽ ഇൻഫർമേഷൻസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് എക്സാം സെൻറ്ററിൻ്റെ പ്രിഫറൻസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് 3 പ്രിഫറൻസ് വരെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. കേരളത്തിലും എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ മീഡിയം ഫോർ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. നിങ്ങൾക്ക് മലയാളത്തിലും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ടൈപ്പിംഗ് ടെസ്റ്റിൻ്റെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ടൈപ്പിംഗ് ടെസ്റ്റ് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഹിന്ദിയിലും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ലാംഗ്വേജ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഡിസബിലിറ്റീസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ +2 സയൻസ് സ്ട്രീമിലാണോ പാസ്സായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പാസ്സായിട്ടുള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണിച്ചയക്കുന്നതാണ്. സോ അതിൽ എസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ടിപ്സായിരിക്കും കാണിച്ചയക്കാം. അപ്പോൾ ഇവിടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണിച്ചയക്കുന്നതാണ്. സോ അതിൽ എസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ടിപ്സായിരിക്കും കാണിച്ചയക്കാം. ഇവിടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ച് നോക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണിച്ചയക്കുന്നതാണ്. സോ അതിൽ എസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ടിപ്സായിരിക്കും കാണിച്ചയക്കാം. അപ്പോൾ ഇവിടെ ഡിക്ലറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 3 ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം തൊട്ട് താഴെ ഐ എഗ്രി എന്നൊരു ഓപ്ഷൻ കാണിച്ചയക്കുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു ക്യാപ്ചർ കോഡ് കാണിച്ചയക്കുന്നതാണ്. അത് എൻ്റർ ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണിച്ചയക്കുന്നതാണ്. സോ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ടിപ്സായിരിക്കും കാണിച്ചയക്കാം. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിരിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ട കാൻഡിഡേറ്റ്സ് ആണ്. പേയ്മെൻറ്റ് ചെയ്യേണ്ട കാൻഡിഡേറ്റ്സ് നിർബന്ധമായിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ. പേയ്മെൻറ്റ് ചെയ്യുന്നതിനായിട്ട് മേക്ക് പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണിച്ചയക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പേയ്മെൻറ്റ് ചെയ്ത ശേഷം പേയ്മെൻറ്റ് സ്റ്റാറ്റസും ചെക്ക് ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ പ്രിൻ്റ് ഔട്ടും എടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് SSCയുടെ 10+2 എൻട്രിക്ക് അപേക്ഷിക്കേണ്ട ശരിയായ രീതി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.